ഭിഷജാതോ പരീക്ഷേത രുഗ്ണസ്യ ആയുപ്രയത്നതഃ തഥാ ആയുഷി വിസ്തീർണേ ചികിത്സാ സഫലാ ഭവേ. ആയുർവേദ ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ മിക്കവാറും ഭാവപ്രകാശാദികളായ എല്ലാ ആയുർവേദ ഗ്രന്ഥത്തിലും നമ്മളോട് പറയുന്നത് ഇതാണ്: ഒരു ചികിത്സകൻ ബുദ്ധിയുള്ള ആളായിരിക്കണം. അങ്ങനെ ബുദ്ധിയുള്ള ഒരു ചികിത്സകൻ എന്ത് ചെയ്യണം? ആദ്യം പരീക്ഷിക്കേണ്ടത് അയാൾക്ക് ആയുസ് എത്രയുണ്ട് എന്നാണ്. ആയുസ്സിനെ മനസ്സിലാക്കിയതിന് ശേഷം ആയുഷി വിസ്തീർണേ സതി, വളരെ വിസ്തരിച്ചിട്ട് ആയുസ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പുറപ്പെടണ്ടൂ? ചികിത്സാ സഫലാഭവേ, അങ്ങനെയുള്ള ചികിത്സയെ സഫലമാവുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പം ആയുസ്സിനെ കുറിച്ച് ഒരു ധാരണ വരുത്തണം. എവിടെ നിന്ന് കിട്ടും? ഒരു സംശയവും വേണ്ട. ആയുസ്സിനെ കുറിച്ചിട്ടുള്ള ധാരണ കൊടുക്കുന്ന ഏറ്റവും അടിത്തറയാർന്ന ശാസ്ത്രം നമ്മുടെ കയ്യിലുള്ള ഈ ജ്യോതിഷ. ഇപ്പം മനസ്സിലായല്ലോ? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ആയുസ് നമ്മൾ ആദ്യം നോക്കേണ്ടതുണ്ട്. രണ്ടാമത്, ഈ പൂർവജന്മകൃതമായ പാപമാണ് വ്യാധിയായി വരുന്നതെങ്കിൽ ഭൂതാവേശവും ഗ്രഹഗതി വശവും മനസ്സിലാക്കാനും ജ്യോതിഷം തന്നെ വേണം. അപ്പോൾ 4-ൽ 3 ജ്യോതിഷത്തിനാണ് ചെയ്യാനുള്ളത് ആയുർവേദത്തിൽ. ഒന്നേ അവർ ചെയ്യേണ്ടതുള്ളൂ. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ ശാസ്ത്രത്തിൻ്റെ, ഈ വൈദ്യകീയ ജ്യോതിഷം എന്ന പ്രക്രിയയുടെ അല്ലെങ്കിൽ ഈ വസ്തുതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മർമ്മം ഇവിടെ. 3/4 ഭാഗവും നമ്മളുടെ കയ്യിലാണ്, ബാക്കി 1/4 ഭാഗമേ വൈദ്യൻ്റെ കയ്യിലുള്ളൂ എന്ന് മനസ്സിലായിക്കോളാം. അപ്പോൾ ആയുസ് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് തോന്നും ജാതകത്തിലൊക്കെ ആയുസ്സൊക്കെ ഉണ്ട്, പക്ഷെ ആൾ തട്ടിപ്പോയി. അങ്ങനെ സംഭവിക്കാറുണ്ട് ഇല്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? മുമ്പ് ഞാൻ ക്ലാസ്സിലൊരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ദിക്കിൽ എവിടെയാന്ന് പറഞ്ഞുതരാം. സാക്ഷാൽ തിരുനെല്ലി അമ്പലത്തിൻ്റെ പാപനാശിനി എന്ന് പറയുന്ന നദിയിൽ ഒരു സന്ധ്യക്ക് കുളിക്കാൻ പോകുന്ന സമയത്ത് എനിക്കൊരു ഓലക്കെട്ട് കിട്ടി. അറിയാലോ, പാപനാശിനിയിൽ ഓലക്കെട്ട് വരിക എന്ന് പറഞ്ഞാൽ അത് ജാതകമാണ്. ആ ജാതകം അവിടെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വരിക എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. സന്ധ്യാസമയമാണ്, കാറ്റൊന്നുമില്ല. എന്നിട്ടും ഞാൻ കുളിക്കാൻ ചെല്ലുന്ന സമയത്തോ അതിങ്ങനെ ഒരു 3-4 ഓല ഇങ്ങനെ മറഞ്ഞിട്ട് അതിൻ്റെ ഗ്രഹസ്ഥിതി മാത്രമുള്ള ഓല ഇങ്ങനെ ഒലർന്ന് നിൽക്കുക. ഞാൻ കണ്ടുകൊണ്ടാണ് ഇറങ്ങി ചെല്ലുന്നത് പാവനാശിനിയിലേക്ക്. അപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു, കാറ്റില്ലാതെ എങ്ങനെ ഓല മറിയണേ? എടുത്ത് നോക്കുമ്പോഴേക്ക് അത്യത്ഭുതമായിട്ടുള്ളൊരു ജാതകമാണ്. ഒരു കാരണവശാലും ഈ അടുത്ത കാലത്തൊന്നും അത് പാപനാശിനിയിൽ വരാനുള്ള യാതൊരു യോഗ്യതയും ആ ജാതകത്തിന് ഇല്ല. 3 ഗ്രഹങ്ങൾ ഉച്ചത്തിൽ മഹായോഗങ്ങളോട് കൂടിയിട്ട്. മനസ്സിലായില്ലേ? പക്ഷെ പാപനാശിനിയിൽ നിന്ന് കിട്ടി എന്നുള്ളത് കൊണ്ട് ഒരു കാര്യം ഉറപ്പായിരുന്നു. മനസ്സിലായില്ലേ? ഞാൻ പറയുന്നത് കുറച്ച് കാവ്യ ഭാഷയിലാണെന്നുള്ളതുകൊണ്ട് ആർക്കെങ്കിലും മനസ്സിലാവേണ്ടുണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ആൾ മരിച്ചതിന് ശേഷമാണ് അവിടെ വരിക, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഒരു കാരണവശാലും അങ്ങനെ ഇല്ല. അപ്പം ഞാൻ ഈ ഓലയായിട്ട് ഞാൻ പഠിച്ച വിദ്യകളെല്ലാം നോക്കിയിട്ടും ഇയാൾ മരിക്കാനുള്ളൊരു ചാൻസും ഇല്ല. അവസാനം ഗുരുനാഥൻ്റെ അടുത്ത് പോയി. ഗുരുനാഥൻ പറഞ്ഞ്, ഗംഭീര ജാതകമല്ലോ, ഇതാരുടെയാ ഇങ്ങനെ ഒരു ജാതകം? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് പാവനാശിനിയിൽ നിന്ന് കിട്ടിയ ജാതകമാണ്. ആ അത് ശരി. അന്ന് മുഴുവൻ അങ്ങനെ കഴിഞ്ഞു, ഒരു തീരുമാനമായിട്ടില്ല. അവസാനം തീരുമാനം ഉണ്ടാക്കി. മനസ്സിലായില്ലേ? അപ്പോഴാണ് ഈ ശ്ലോകം പറഞ്ഞു തന്നത്. ഇത് എവിടെയും ലിഖിത ശ്ലോകമല്ല കേട്ടോ. എന്താ ശ്ലോകം നോക്കിക്കോളൂ. പാപിഷ്ഠായേ ദുരാചാരാഃ വേദബ്രാഹ്മണ നിന്ദകാഃ അപത്യഭോജിനസ്തേഷാം അകാലേ മരണം ധ്രുവം എന്ന്. അപ്പം ഇങ്ങനെ ഒരു സംഭവം ഇതിനിടയിലുണ്ട്. നിങ്ങളുടെ ജാതകം മാത്രം നോക്കുമ്പോൾ സൂക്ഷ്മമായി നോക്കിയില്ലെങ്കിൽ തകരാറ് വരും എന്ന് കാണിച്ചു തരിക.
എന്നിട്ട് അവിടുന്ന് ആ ജാതകത്തിലെ മാന്തിസ്ഫുടത്തിൽ നിന്ന് അയാൾ എന്തുകൊണ്ട് മരിച്ചു എന്നുള്ള ഒരു ധാരണയിൽ നമ്മൾ എത്തിപ്പെടുകയാണ് ഉണ്ടായത്. എപ്പോൾ മരിച്ചു, എന്തുകൊണ്ട് മരിച്ചു എന്ന് ധാരണയിൽ എത്തിപ്പെടുക ഉണ്ടായത്. ഇതിപ്പോൾ നമ്മുടെ കയ്യിൽ അവിടുന്ന് കിട്ടിയതുകൊണ്ടാണ്. ഒരു സാധാരണഗതിയിൽ നേരിട്ടൊരു ജ്യോത്സ്യൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ജാതകവും കൊണ്ട് വന്നിട്ടുണ്ടെങ്കിലോ അയാൾ പൊളിഞ്ഞു പാളിസം. ഈ പറയുന്ന എൻ്റെ അടുത്ത് കൊണ്ടുവന്നാലും ഞാൻ പറയാം ബഹു കേമനാണ്, ആനയാണ്, കുതിരയാണെന്നൊക്കെ പറഞ്ഞോളി. പക്ഷേ സംഭവിക്കണത് സൂക്ഷ്മദൃഷ്ടിയുടെ അഭാവം കൊണ്ട് പല തകരാറുകളും സംഭവിക്കും. ഇങ്ങനെ ഒരു സംഗതി പാപിഷ്ടായ ദുരാചാരം കൊണ്ട് ആയുസ് കുറയും, നിന്ദ കൊണ്ട് ആയുസ് കുറയും. സൈക്കോളജി പഠിച്ചവർക്കറിയാം ഇതെല്ലാം. അതിൻ്റെ മുന്നിലത്തെ ഭാഗം കേൾക്കുമ്പോഴല്ലേ നിങ്ങൾക്ക് വർഗീയോ ഫാസിസോ ഒക്കെ തോന്നുള്ളൂ. അത് കേൾക്കണ്ട, അവസാനം കേട്ടാൽ മതി. നിന്ദ മാത്രം എടുത്താൽ മതി. നിന്ദകന്മാർക്ക് ആയുസ് കുറയും. പിന്നെയോ അപത്യഭോജന, പഥ്യാഹാരം അല്ലാതെ ഭോജനം കഴിക്കുന്ന ആൾക്കും ആയുസ് കുറയും. അത് ജാതകത്തിലുള്ള ആയുസ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ജ്യോതിഷീൻ്റെ നേരെ വാളുമായിട്ട് ചെല്ലണ്ട എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. അതുകൊണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങനെ ആദ്യം ആയുസ് പരീക്ഷിച്ചതിന് ശേഷം, ഇയാൾക്ക് വേണ്ടത്ര ആയുസ്സുണ്ട് എന്ന് തീരുമാനിച്ചതിന് ശേഷം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ആയുസ് തീരുമാനിക്കുക എന്ന് പറഞ്ഞപ്പോൾ ജ്യോതിഷിയോട് ചോദിക്കുകയാണ് എത്രയുണ്ട് ആയുസ്. അപ്പം നമ്മൾ ആദ്യം തീരുമാനിക്കണം ആയുസ് എങ്ങനെയുണ്ട്. അപ്പോഴാണ് നമ്മൾ ഹോരാചാര്യനെ പ്രമാണാക്കി എടുക്കുക. ഹോരാദയ തനു കുടുംബ സഹോത്ഥ ബന്ധുപുത്ര അരി പത്നി മരണാനി. മരണം വരെയുള്ള ഭാവങ്ങൾ പറഞ്ഞ് അവിടെ നിർത്തി. ആ വൃത്തം നോക്കിയില്ലേ നിങ്ങൾ ഹോരയിൽ? അവിടെ യതിയാണ്. അവിടെ നിന്ന് വിരമിച്ച് ഒരക്ഷരം ഉച്ചരിക്കേണ്ട സമയം കഴിഞ്ഞിട്ടാണ് അടുത്ത പ്രയോഗം അല്ലേ? ശുഭ ആസ്പദായാഹ റിഫാഖ്യം. 3 പറഞ്ഞ് അവിടെ യതി കൊടുത്തു. പിന്നെയാണ് റിഫം. പദം ഒറ്റപ്പദമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആചാര്യൻ ഈ വിഷയം ജാതകത്തിലെ ഏത് ഫലം പറയാൻ വേണ്ടി പുറപ്പെടുമ്പോഴും എങ്ങനെ ചിന്തിക്കണം എന്ന് പറയാൻ വേണ്ടി പുറപ്പെടുമ്പോഴും ഈ 8 എത്തുമ്പോഴും അവിടെ വിരാമം കൊടുക്കും. നോക്കിയോ, ഏത് പദ്യം വേണമെങ്കിലും നോക്കിക്കോളൂ നിങ്ങൾ. 8-ലെത്തുമ്പോൾ അവിടെ ഒരു വിരാമം കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ 8-ാം ഭാവം കൊണ്ട് നമ്മൾ ആയുസ് വിചാരണ ചെയ്യേണ്ടതുണ്ട്. അതെങ്ങനെ മനസ്സിലായും ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, ഇതാദ്യമേ ആചാര്യൻ സൂചിപ്പിച്ചിട്ടാണ്. മത്സ്യൗഘടീ നിർമിഥുനം സകതം സവീണം ചാവീ നരോശ്വജഘനോ മകരോ മൃഗാസ്യ തൗലീ സസസ്യദഹനാ പ്ലവകാച കന്യാ ശേഷാ സ്വനാമ സദൃശാ സ്വചരാശ്ച സർവേ എന്ന് രാശിയുടെ സ്വരൂപം പറയുന്നിടത്ത് ശേഷാ സ്വനാമ സദൃശാ സ്വചരാശ്ച സർവേ എന്ന് പറഞ്ഞ് നിർത്തി. എന്നിട്ടോ ഇവ കണക്കൂട്ടുമ്പോൾ മത്സ്യവും ഘടി നൃമിഥുനം സകതം സവീണം ചാബീ നരഹ അശ്വജഘന മകരോ മൃഗാസ്യ 2 തൗലി സസസ്യദഹന പ്ലവകാച കന്യ ഇടിണ്ടായി. നോക്കുമ്പോൾ പറയാത്ത സാധനം ശേഷാ സ്വനാമ സദൃശ സ്വചരാശ്ച. സ്വചരം പറയാത്തടുത്താണ് മനസ്സിലാക്കേണ്ടത്. മനസ്സിലായില്ലേ? അപ്പോൾ പറയാത്തത് ഏതൊക്കെയാണ്? മേടവും ഇടവും പറഞ്ഞിട്ടില്ല, കർക്കിടകവും ചിങ്ങവും പറഞ്ഞിട്ടില്ല, വൃശ്ചികവും പറഞ്ഞിട്ടില്ല. അപ്പം ഈ ഒറ്റയായി പറയാതിരുന്ന രാശി ഏതാണോ അത് അഷ്ടമരാശിയാണ്. അവിടെ നിന്ന് പിടിച്ചോളണം ജാതകം നോക്കാൻ എന്ന് നമ്മളോട് വ്യാഖ്യാതാവ് മര്യാദയായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം ആയുസ് ആദ്യം ചിന്തിക്കണം ജ്യോതിഷി. തൻ്റെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ അഷ്ടമഭാവം ചിന്തിച്ചിട്ട് വേണം ആയുസ് നോക്കാൻ. ആ നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ബാക്കി പറയാൻ. ചികിത്സകനും പറയണത് ആയുസ് ആദ്യം പരിഗണിച്ചതിന് ശേഷം മതി ചികിത്സ, അപ്പോഴേ സഫലമാവൂ. ഇല്ലെങ്കിൽ ചികിത്സിക്കാം. ഒരു സന്തോഷം സ്വകാര്യമുള്ളത് എന്താ വെച്ചാൽ ഇപ്പോഴത്തെ വൈദ്യന്മാർക്ക് ഏറ്റവും ഇഷ്ടം ആയുസ് കുറഞ്ഞവരെ ചികിത്സിക്കുന്നതാണ്. അകത്ത് കയറ്റി കഴിഞ്ഞാൽ പിന്നെ
ഉള്ളതെല്ലാം മുറിച്ച് വിറ്റ് തുന്നിക്കെട്ടി 1.5 ആഴ്ച വെന്റിലേഷനിൽ കിടത്തി ഹോസ്പിറ്റലിൻ്റെ മൊത്തം 1 വർഷത്തേക്കുള്ള ചെലവും വാങ്ങിയതിന് ശേഷം പറഞ്ഞു വിടുക. ഇതാണ് ഇപ്പോഴത്തെ വൈദ്യന്മാരുടെ ഒരു ഗുണം. അതുകൊണ്ടാണ് പണ്ട് പറഞ്ഞത് വൈദ്യരാജ നമസ്തുഭ്യം യമരാജ സഹോദര, അല്ലേ? യമരാജൻ പ്രാണനെ ഹരിക്കൂ, വൈദ്യ പ്രാണാൻ ധനാനിച്ച, രണ്ടും തട്ടിക്കളയുന്ന. ധനവും ഉണ്ടാവില്ല, പിന്നെ പ്രാണനും ഉണ്ടാവില്ല. അതുകൊണ്ട് നമസ്തുഭ്യം, അങ്ങയ്ക്ക് നമസ്കാരം. നമസ്കരിക്കാണ്ട് വേറെ വഴിയില്ല. ആയുസ് ചിന്തിക്കുമ്പോഴപ്പം അങ്ങനെയാണ്. അപ്പം ഒരു ജാതകത്തിൻ്റെ ഏതാളാണോ തന്നെ രോഗകാര്യം അറിയാൻ വേണ്ടി വന്നിരിക്കണതോ അയാളുടെ അഷ്ടമഭാവം നോക്കുമ്പോൾ ഭാവത്തിനും തത്പതിക്കും കാരകാക്ഷഗ്രഹത്തിനും മൂവർക്കും ബലമുണ്ടെങ്കിൽ ഭാവമുണ്ടെന്ന് ചൊല്ലണം. ഒരു മലയാള പദ്യമാണ്. അതിന് സമാനമായിട്ട് ഹോരാശാസ്ത്രകാരൻ പറഞ്ഞിരിക്കുന്നത് ഹോരാ സ്വാമി ഗുരുജ്ഞ വീക്ഷിതയുധാന്യശ്ച വീര്യോത്കടാഹ കേന്ദ്രസ്ഥാഹ. ഇത്രയും വരെ, അപ്പുറത്തേക്കില്ല. ഞാൻ മുറിച്ചത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും നിങ്ങൾ. ഭാവം ശ്രദ്ധിക്കാനുള്ള വഴി ആചാര്യൻ പറഞ്ഞ വ്യാഖ്യാനത്തിൽ കാണാത്തൊരു സംഗതിയാണ്. ഹോരാസ്വാമി ലഗ്നപതി, അതാത് ഭാവത്തിൻ്റെ പതി, രണ്ടും ഹോരാസ്വാമിയാണ്. ഗുരുജ്ഞ വീക്ഷിതയുധ, വ്യാഴമോ ബുധനോ നോക്കുക, നിൽക്കുക. കേന്ദ്രസ്ഥന്മാരാരൊക്കെയാണെന്ന് നോക്കുക. ഇത്രയും നോക്കിക്കഴിഞ്ഞാൽ ആ ഭാവത്തിന് ബലമുണ്ടോ എന്ന് തീരുമാനമാവും. 8ാം ഭാവത്തിന് ബലമുണ്ടെങ്കിൽ ആയുസ്സുണ്ട്, ചികിത്സിച്ചോളൂ എന്ന് പറയാം. യുക്തി മനസ്സിലായില്ലേ? ഇനി അഥവാ ആയുസ് കുറവാണെങ്കിൽ ചികിത്സിച്ചുകൂടാന്ന് പറയാൻ നമുക്ക് അധികാരമില്ല. അപ്പോൾ പറയുക വളരെ വിഷമം പിടിച്ചൊരു സമയമാണ്, ചികിത്സിക്കാതിരിക്കാൻ നിവർത്തിയില്ല, അതുകൊണ്ട് ചികിത്സിച്ചോളൂ എന്ന് പറയുക. രണ്ടും പറയുന്ന രീതിയിൽ വ്യത്യാസമുണ്ട്. പാരമ്പര്യമായിട്ട് അധ്യയനം ചെയ്ത ഒരു ജ്യോതിഷിയുടെ അടുത്തെത്തിയാൽ അങ്ങനെയുള്ളവർ പറയുക നല്ല ദൈവാധീനമുള്ള സമയം കേട്ടോ, ചികിത്സിച്ചോളൂ എന്ന് പറയും. അധികം ചികിത്സിക്കേണ്ടെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. നല്ല ദൈവാധീനം ഉണ്ടെങ്കിൽ ഉടനടി പോകുന്ന, ദൈവാധീനം തീരെ ഇല്ല എന്ന് പറഞ്ഞാൽ അത്രയും ചികിത്സിക്കേണ്ടി വരും. ഇത് പഴയ ഒരു സമ്പ്രദായമാണ്. പാരമ്പര്യമായിട്ടുള്ള ജ്യോതിഷികളുടെ അടുത്ത് പോയാൽ അവരോട് ചോദിച്ചു നോക്കിയാലും വളരെ പ്രായമായിട്ട് ഒരാൾ അല്ലെങ്കിൽ അസുഖം കൊണ്ട് ഒരാളുടെ അടുത്തെത്തിക്കഴിഞ്ഞാൽ അപ്പോൾ ജ്യോതിഷി പറയുമ്പോൾ വളരെ സൂക്ഷിക്കേണ്ടതുണ്ട്. ഒരു കാരണവശാലും നമ്മളുടെ വാക്കുകൊണ്ട് അവർക്ക് അനർത്ഥം ഉണ്ടാവരുത്. അവരുടെ ആ മാനസിക വിചാരം നോക്ക്. സത്യാം കുറുവന്തു ഭാരതീം എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവജ്ഞൻ തൻ്റെ മുന്നിൽ വരുന്ന ഒരാളെ നിരാശപ്പെടുത്തുകയല്ല, നല്ല ദൈവാധീനമുണ്ട് അതുകൊണ്ട് ചികിത്സിച്ചോളൂ. ഓപ്പോസിറ്റ് ഇരിക്കുന്നവനും വിവരമുണ്ടെങ്കിൽ അവ മനസ്സിലാക്കും ദൈവാധീനം ഉണ്ടെങ്കിൽ. ആദിത്യന് ലഗ്നപതിയേക്കാൾ ബലം കൂടിയിട്ടുള്ള സമയമാണെങ്കിൽ ഉറപ്പാണെന്ന് അർത്ഥം. ഇങ്ങനെയൊക്കെ ചിന്തിക്കാനുണ്ട് ഈ വിഷയത്തിൽ. ആദിത്യൻ എന്ന് പറഞ്ഞാൽ ആരാ? കാലാത്മാദിനകൃത്, ആത്മാവാണ്, ശരീരമാണ് തനു, ഹോര ലഗ്നം. ശരീരത്തെക്കാൾ ബലം ആത്മാവിനെ ഉണ്ടെങ്കിൽ ശരീരം ഉല്ലംഘിച്ച അയാൾ പോവും, സംശയിക്കാനില്ല. ഇത് യുക്തിയാണ്. അപ്പം ഇങ്ങനെയുള്ള ചില റീസൺസ് വെച്ചിട്ട് വേണം ആയുസ് നോക്കാൻ. ആയുസ് നോക്കുമ്പം തന്നെ ഇയാളുടെ ആഹാര വിഹാരാദികളെ കൂടി കൃത്യമായി മനസ്സിലാക്കിയിട്ടേ ചെയ്യാവൂ. അയുക്തികമായിട്ടൊന്നും ചെയ്യരുത് എന്നാണ് ശ്ലോകം ഇവിടെ ഉദ്ധരിച്ചതിൻ്റെ മലയാളം. ആയുസ് നോക്കാനുള്ള വഴി അതാണ്. അങ്ങനെ ആയുസ് തീരുമാനിച്ചതിന് ശേഷം ചികിത്സിക്കുമ്പോൾ ആ ചികിത്സയുടെ അംഗം കൂടി ആര് മനസ്സിലാക്കാനുണ്ട്? ജ്യോതിഷി മനസ്സിലാക്കാനുണ്ട് എന്നാണ്. രോഗി ദൂതോ ഭിഷക് ദീർഘ, താഴെ എഴുതിയിട്ടുണ്ട് ആരൊക്കെയാണ്. രോഗി, ദൂതൻ എന്ന് പറഞ്ഞാൽ കൂടെ ഉള്ള ആൾ, കൂടെ വന്നവൻ. ഭിഷക് വൈദ്യൻ, ദീർഘായുസ്. ദ്രവ്യം, അയാൾക്ക് സാമ്പത്തിക സ്ഥിതി എത്രയുണ്ട് എന്ന് നോക്കണം. മനസ്സിലായില്ലേ? ഇവന് ചൊവ്വ പഴിച്ചിട്ടുണ്ട്, ഭയങ്കരമാണ്, എന്നാൽ പിന്നെ മറ്റേ കല്ലിട്ടോ. സർ, ആത്മഹത്യ ചെയ്യാൻ പോലും പൈസയില്ല, ആകെ വിഷമാണ്, എന്നാൽ അവർ 5000 ഉറുപ്പ്യ ഇങ്ങോട്ട് അയച്ചാൽ ഞാൻ ധനാകർഷണ ഭൈരവയന്ത്രം അയച്ചു തരാം. നമ്മുടെ കോമഡിക്കാരുടെ അഭിപ്രായമില്ലേ? അങ്ങനെയൊന്നും പറഞ്ഞേക്കരുത്. ധനം നോക്കിയിട്ട് വേണം പറയാൻ. ദ്രവ്യം അതിലൊരു ഘടകമാണ് ചികിത്സയുടെ. അതുപോലെ സുസേവകൻ,
ഡോക്ടറുടെ കൂടെയുള്ള ആൾ, നമ്മളെ പരിചരിക്കേണ്ട ആൾ, നേഴ്സുമാർ, ഇങ്ങനെയുള്ള ആൾക്കാർ, നല്ല പരിചാരകനുണ്ടായിരിക്കണം. പരിചാരകൻ നല്ല സ്ട്രോങ് ആണെങ്കിൽ തന്നെ മരുന്ന് പകുതിയും ഫലിച്ചു എന്ന് ആയുർവേദത്തിൻ്റെ കണക്ക്. അതുപോലെ സദൌഷധം, നല്ല മരുന്നായിരിക്കണം. അവിടുന്ന് ഇവിടുന്ന് പോയി വാങ്ങിയിട്ട് മരുന്ന് കഴിച്ചാൽ വൃത്തിയാവില്ല. ആയുർവേദ മരുന്ന് കഴിക്കുമ്പോൾ അത് ഇന്ന കോമ്പിനേഷനിലുള്ള മരുന്ന് വേണം എന്ന് പറഞ്ഞാൽ അത് തന്നെ വാങ്ങണം. അല്ലാതെ കണ്ട് ശർക്കര ഉരുക്കിയ വെള്ളം കുറച്ച് കർപ്പൂരമൊക്കെ ഇട്ടിട്ട് കഴിച്ചതുകൊണ്ട് അരിഷ്ടാവില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആദാവന്തേ രുജാം ജ്ഞാനേ പ്രയത്നേന ചികിത്സക ഭേഷജാനാം വിധാനേന തതഃ കുര്യാത് ചികിത്സകം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇത് എഴുതിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ചികിത്സ തുടങ്ങണം. തുടങ്ങുന്നതിന് മുമ്പിലേ ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് ഇയാൾക്ക് എന്താ അസുഖം എന്ന് തീരുമാനിക്കണം. എവിടെയാണ് അസുഖം എന്ന് തീരുമാനിക്കണം. രണ്ട് കാര്യം ബാക്കിയുണ്ടാവും. അതെങ്ങനെയാണ് തീരുമാനിക്കുക ജ്യോതിഷിയെ സംബന്ധിച്ചിടത്തോളം? അതിനാണ് നമ്മൾ ഹോരാചാര്യരുടെ ആദ്യത്തെ പദ്യം ഓർമ്മിക്കേണ്ടത്. ആദ്യത്തെ പദ്യം എന്ന് പറയുമ്പോൾ മംഗളപദ്യമല്ല. ഒന്നാമത്തെ പദ്യം മംഗളപദ്യം, രണ്ടാമത്തെ പദ്യം പ്രസ്താവനാവാക്യം, മൂന്നാമത്തെ പരിഭാഷാവാക്യം. ഇതെല്ലാം കേട്ടിട്ടുണ്ടാവുമല്ലോ. നാലാമത്തെ പദ്യം എന്താ? അതാണ് ഹോരയുടെ ഒന്നാമത്തെ പദ്യം. ഓർമ്മ വേണം. ഈ ഒന്നാമത്തെ പദ്യം, ഒന്നാമത്തെ പദ്യം എന്താ? കാലാങ്കാനി വരാംഗമാനനമുരോ ഹൃത്ക്രോഡവാസോ ഭൃതോ വസ്തിർവ്യഞ്ജനമൂരുജാനുയുകളെ ജംഘേ തതോഘ്രിദ്വയം. ഞാൻ ബോധപൂർവ്വം ഇവിടെ എഴുതാണ്ട്. ഹോര നിങ്ങൾ അങ്ങനെയെങ്കിലും ഒന്ന് കണ്ടുപിടിച്ച് വായിക്കണം എന്ന് വെച്ചിട്ടാണ്. എറണാകുളം ഞാൻ മനസ്സിലാക്കിയിടത്തോളം പദ്യം ബൈഹാട്ട് പഠിക്കുന്ന ഒരു സ്വഭാവം ഇല്ല, ഹോര കാണുന്ന ഒരു സ്വഭാവം ഇല്ല എന്നൊക്കെയാണ് ഞാൻ കേട്ടറിയും. അതുകൊണ്ട് ഒന്ന് നിങ്ങൾ തപ്പിപ്പിടിക്കണം എന്ന് വെച്ചിട്ട് ആ പദ്യം ഞാൻ ഇങ്ങോട്ട് കോട്ട് ചെയ്തിട്ടേ ഇല്ല. ഇതേപോലെ എൻ്റെ വൃത്തികെട്ട കയ്യക്ഷരത്തിൽ എഴുതി കാണിക്കാവുന്നതേ ഉണ്ടായിട്ടുള്ളൂ. ഞാൻ ബോധപൂർവ്വമാണ് കാണിക്കാറ്. മനസ്സിലായില്ലേ? അപ്പം കാലാങ്കാനി വരാംഗം ആനനം ഉരസ് ഹൃത്ത് ക്രോഡം വാസോഭൃത് വസ്തി വ്യഞ്ജനം ഊരു ജാനു ജംഘേ ചരണൗ എന്ന് 12 രാശികളിൽ കാലപുരുഷൻ്റെ അവയവ വിധാനം ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ കാലപുരുഷൻ്റെ അവയവ വിധാനം ചെയ്തു വെച്ചിട്ട് നമ്മളോട് പറയുകയാണ്, ഇദ്ദേഹത്തിൻ്റെ തന്നെ സ്വൽപ്പജാതകം അല്ലെങ്കിൽ ലഘുജാതകം എന്ന ഗ്രന്ഥത്തിൽ ഏതേത് ഭാവത്തിൽ ശുഭോദയമോ ബലമോ ഉണ്ടോ ആ ഭാവത്തിൽ പറഞ്ഞ അവയവത്തിനും പുഷ്ടി ഉണ്ടാവും. ഏതേത് ഭാവങ്ങളിൽ പാപസംയോഗമോ അബലത്വമോ ഉണ്ടോ അവിടെ ഉപദ്രവം ഉണ്ടാവും എന്ന് പറയണം. ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ശിരസ് മുതലായിട്ടുള്ള അവയവങ്ങൾ, മേടം മുതലായ രാശികളെക്കുറിച്ച് പറഞ്ഞു. നമുക്കിപ്പോൾ തീരുമാനമായി മേടത്തിൽ പാപഗ്രഹം ഉണ്ടെങ്കിൽ തലയിൽ തകരാറുണ്ട് എന്ന് പറയാലോ. മീനത്തിലാണെങ്കിൽ കാല് പോക്കെന്നേന്ന് പറയാലോ. അത് എങ്ങനെയൊക്കെ പോവുക, എന്താണ് അവിടുത്തെ പ്രശ്നം എന്നറിയണം. അപ്പോൾ കുറച്ചും കൂടെ ഇതൊരു സ്ഥൂലമായിട്ട് ചിന്തിക്കാനുള്ള വഴി പറഞ്ഞു തന്നു. എന്നിട്ട് ആചാര്യൻ പിന്നെ പറയുന്നത് ഇതിൻ്റെ ബാക്കി എവിടെയാണെന്നറിയോ? 4-ാമത്തെ 5-ാമത്തെ അധ്യായത്തിൽ. അവിടെ പോകുമ്പോൾ പറയാ നമ്മളോട്, ലഗ്നം വളരെ പ്രബലാണ്. തനു ചിന്തിക്കേണ്ടത് ലഗ്നമാണ്. രോഗം ബാധിക്കുന്നത് ശാരീരികമായിട്ടാണ്. നമ്മളതും കണ്ടു. അങ്ങനെയാണെങ്കിൽ ആ 2 പദ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനുണ്ട്. എന്താ 2 പദ്യങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പദ്യം ഞാനിവിടെ കോട്ട് ചെയ്തിട്ടില്ല, അതിൻ്റെ ആശയം മാത്രമേ കോട്ട് ചെയ്തിട്ടുള്ളൂ. പദ്യം നിങ്ങൾ അവിടെ നോക്കി കണ്ടുപിടിക്കണം. പദ്യം തുടങ്ങുന്നത് എങ്ങനെയാണ്? കം ദൃക് ശ്രോത്ര കപോല നാസാഹനവോ വക്രം ചഹോരാദയ തേ കണ്ഠാംസക ബാഹുഹൃദയ ക്രോഡാനി നാഭിസ്തത വസ്തി ശിഷ്ണകുദേ തതശ്ച വൃഷണാ ഊരു തതോ ജാനുനി ജംഘേഘ്രീത്യുഭയത്ര വാമമുദിതൈ. എന്താ സംഗതി എന്ന് മനസ്സിലായോ? ആദ്യം നമ്മളോട് മേടം മുതൽ കാലപുരുഷൻ്റെ അവയവത്തെക്കുറിച്ച് പറഞ്ഞിട്ട് ഇങ്ങനെയാണ് ഒരു സമസ്തമായ ചിന്തയുടെ അടിത്തറ എന്ന് കാണിച്ചു തന്നിട്ട് പിന്നീട് ലഗ്നത്തിൻ്റെ ദ്രേക്കാണത്തെ കൊണ്ട്
ലഗ്നം ഒന്നാം ദ്രേക്കാണമാണെങ്കിൽ, ലഗ്നം രണ്ടാം ദ്രേക്കാണമാണെങ്കിൽ, ലഗ്നം മൂന്നാം ദ്രേക്കാണമാണെങ്കിൽ എന്ന് 3 വിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ട് നമ്മളെ ഈ 3 പാർട്ടാക്കി തിരിച്ചു. ഒന്നാം ദ്രേക്കാണമാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള അവയവത്തെ ചിന്തിക്കേണ്ടതാണ്. രണ്ടാം ദ്രേക്കാണമാണെങ്കിൽ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള അവയവത്തെ ചിന്തിക്കേണ്ടതാണ്. മൂന്നാം ദ്രേക്കാണമാണെങ്കിൽ ഇവിടെ നിന്ന് താഴേക്കുള്ള അവയവത്തെ ചിന്തിക്കേണ്ടതാണ്. അതെങ്ങനെ ചിന്തിക്കണം ചോദിച്ചാൽ ഇടത്തോട്ടും വലത്തോട്ടും ഉള്ളത് ഇടത്തും വലത്തും അവയവങ്ങളായിട്ട് ചിന്തിച്ചു കൊള്ളണം എന്നാണ് പറഞ്ഞതിൻ്റെ മലയാളം, ആ പദ്യത്തിൻ്റെ മലയാളം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മേടൻ രാശി ചിന്തിക്കുന്നത് ഒന്നാം ദ്രേക്കാണം, കണ്ടില്ല എഴുതിയിട്ട്, മേടലഗ്നത്തിൻ്റെ ഒന്നാം ദ്രേക്കാണം എന്ന് ചിന്തിക്കുമ്പോൾ ശിരസ്. ശിരസ് എന്ന് പറഞ്ഞാൽ ലഗ്നം എവിടെയാണോ അത്രയും കഴിഞ്ഞു പോയ ഭാഗം വരെ ഇടത്തെ തല, ബാക്കിയുള്ളത് വലത്തെ തല, ഇങ്ങനെ കണക്കാക്കിക്കോളൂ. രണ്ടാം ഭാവം കണ്ണ്, വലത്തെ കണ്ണ്. 12ാം ഭാവം ഇടത്തെ കണ്ണ്. 3 വലത്തെ ചെവി, 4 ഇടത്തെ ചെവി, 5 അല്ലേ, 4 4ആണോ? അല്ല, എത്രയാ? 11. ശ്രദ്ധിക്കുന്നില്ലേ? അടുത്തത് 4ാം ഭാവം വലത്തെ മൂക്ക്, 10ാം ഭാവം ഇടത്തെ മൂക്ക്, 5ാം ഭാവം കവിൾത്തടം വലത്ത്, 9ാം ഭാവം ഇടത്തെ കവിൾത്തടം, 6ാം ഭാവം താടി, താടിയുടെ ഈ പാർട്ട് വലത്ത്, ഈ പാർട്ട് അടുത്ത്. അപ്പം ഇങ്ങനെ നമ്മൾ ചിന്തിക്കുന്നു ഒന്നാം ദ്രേക്കാണാണെങ്കിൽ. ഇനിയിപ്പോൾ എന്ത് ചെയ്യുക? മേടലഗ്നക്കാരന് മേടത്തിൽ ഒന്നാം ദ്രേക്കാണത്തിൽ ഒരു പാവനുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ഉറപ്പിച്ച് പറയാം, കാലാങ്കം എന്ന പദ്യം കൊണ്ട് തലക്ക് തകരാറാണ്, സ്വദ്രേക്കാണം കൊണ്ടും തലക്ക് തകരാറാണ്. ഇവൻ ഉറപ്പായിട്ടും തലക്ക് തകരാറുണ്ട് എന്ന് അപ്പോൾ പറയാം. മനസ്സിലായില്ലേ? ദ്വിത്രസമ്പാദം സ്പഷ്ടമാതിശേ. പിടികിട്ടിയില്ലേ? അങ്ങനെയാ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. ഓരോന്നും അങ്ങനെയാണ്. രണ്ടാമത്തേതെടുത്താൽ മേടത്തിൻ്റെ രണ്ടാമത്തെ ദ്രേക്കാണമാണെങ്കിൽ കഴുത്ത് ആണ് വിഷയം. ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ കഴുത്തിൻ്റെ ഈ ഭാഗം വലത്ത്, ഈ ഭാഗം ഇടത്ത്. അത് ലഗ്നത്തിൻ്റെ കഴിഞ്ഞുപോയ ഭാഗം ഇടത് ഭാഗവും വരാനിരിക്കുന്ന ഭാഗം വലത് ഭാഗവും എന്നുള്ള നിലയിൽ ചിന്തിച്ചോളണം. അതേപോലെ തന്നെയാണ് നാഭിക്കും, അതിന് തത്തുല്യമായിട്ടാണ് വരും. അപ്പോൾ തോള് ഈ ഭാഗം, കൈ വരെ, അത് കഴിഞ്ഞിട്ട് ഭുജം, 3ാം ഭാവം കൊണ്ട് ഭുജം, 4ാം ഭാവം കൊണ്ട് പാർശ്വം, ഇത്രയും ഭാവം. 5 ഹൃദയം, 5 ഹൃദയം, 6 ശ്വാസകോശം, 7 നാഭി. അത് അടുത്തും വലത്തുമായിട്ട് ചിന്തിച്ചോളണം. അതില്ലേ? അടുത്തത് 3ാമത്തെ ദ്രേക്കാണമാണ്. മേടലഗ്നത്തിൻ്റെ 3ാമത്തെ ദ്രേക്കാണമാണെങ്കിൽ എങ്ങനെയാണ് ചിന്തിക്കേണ്ടത് നോക്കാം. അരക്കെട്ട് ആണ് ചിന്തിക്കുന്നത് ലഗ്നം കൊണ്ട്. പിന്നെ ലിംഗം, പിന്നെ അണ്ഡം, തുട, ഇടത്തെ തുട വലത്തെ തുട, മുട്ട്, കണങ്കാല്, പാദം. പാദം ഇടത്തും വലത്തും ആ 2 ഭാഗം കൊണ്ട് ചിന്തിക്കുക. ഇനി നമുക്കൊരു കാര്യം കൂടെ നോക്കാം. ഇങ്ങനെ അവയവത്തെ നമ്മൾ നിശ്ചയിച്ച് കഴിഞ്ഞാൽ ഒരാൾ മേടലഗ്നം, അതാണിപ്പോൾ കാണിച്ചത്. ഇനി ചിങ്ങലഗ്നത്തിൽ ഒരാളുണ്ടായി, ചിങ്ങത്തിൽ പാവനും ഉണ്ടായി. എന്താ തീരുമാനിക്കേണ്ടത്? ഒന്നാം ദ്രേക്കാണാണ്. എവിടെയാ തകരാറുണ്ടാവുക എന്നാ ചിന്തിക്കുക? ശിരസിലാണ് അല്ലേ? മേടത്തിൽ പാവനുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ നമുക്ക് അത് ഉറപ്പിച്ച് പറയാം, കാലപുരുഷൻ്റെ ശിരസിലും പാവനുണ്ട്, ലഗ്നത്തിലെ ഒന്നാം ദ്രേക്കാണമായത് ലഗ്നത്തിലും പാവനുണ്ട്.
ഉറപ്പ്, തലക്ക് തകരാറുണ്ട് എന്ന് ഉറപ്പിക്കാം. ഇങ്ങനെ ഇത് നിർണയിക്കാനുള്ള വഴി പലതാണ്. ഈ ദ്രേക്കാണം ഹോരാശാസ്ത്രത്തിൻ്റെ 25-ാമത്തെ അധ്യായത്തിൽ ദ്രേക്കാണ സ്വരൂപം വിസ്തരിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് തരുന്ന ചില സൂചനകളുണ്ട്. പുരുഷദ്രേക്കാണാണ്, ആയുധദ്രേക്കാണാണ്, വിഷദ്രേക്കാണാണ് എന്ന് തന്നു. അതേപോലെ സ്ഥിരദ്രേക്കാണാണ്, മൃഗദ്രേക്കാണമാണ്, സൗമ്യദ്രേക്കാണമാണെന്നൊക്കെ തന്നിട്ടുണ്ട്. ഇതും നമ്മൾ രോഗനിർണയത്തിനും ചികിത്സാ വിധാനവും ഒക്കെ നടത്തുമ്പോൾ നമുക്ക് ചെയ്യാം. സ്ഥിരദ്രേക്കാണത്തിൽപ്പെട്ട ഒരു ദിക്കിലുള്ള അസുഖമാണെങ്കിൽ നമ്മൾ അതിന് പ്രായശ്ചിത്തം പറയുമ്പം വളരെ ശ്രദ്ധിച്ച് പറയേണ്ടതുണ്ട് എന്നാണ് പറഞ്ഞത്. വളരെ വിശദമായിട്ടുള്ള ഇത് നിങ്ങൾക്കതിൽ കിട്ടും പുസ്തകത്തിൽ. ഇനി ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അതാത് ഭാവങ്ങളിലുള്ള പാപൻ്റെ ശക്തിക്കനുസരിച്ച് നമുക്ക് തീരുമാനിക്കാം. നല്ല സ്ട്രോങ് പാപനൊന്നും അല്ലെങ്കിൽ അവിടെ അസുഖം ഉണ്ടാവുന്നൊന്നും പറയാൻ പറ്റില്ല. അവിടെ അടയാളങ്ങളുണ്ട് എന്ന് പറഞ്ഞോളണം എന്നാ. അല്ലെങ്കിൽ വ്രണം വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് കൂടുതലും വ്രണം വരുന്നത് ചൊറിയുന്നു, വലത്തെ ചെവീൻ്റെ ഈ ഭാഗത്ത് ഇടയ്ക്കിടയ്ക്ക് ചൊറിച്ചിൽ വരുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് ചോദിക്കാം. മനസ്സിലായില്ലേ? ഇങ്ങനെയുള്ള വിദ്യകളൊക്കെ ഇതിലുണ്ട്, ചിന്തിക്കാൻ.